ഏയ് ഹായ് ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു പരിപാടിയല്ല, പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്താണെന്നറിയാം, ഇത്ര നാൾ നിങ്ങളെ നിങ്ങൾക്കൊരു തേർഡ് പേഴ്സൺ വ്യൂവിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നല്ലേ. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു സൈഡ് സീറ്റ് ഡ്രൈവിംഗ് ആയിരുന്നു ഞാൻ എക്സ്പീരിയൻസ് നൽകിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ അതൊരു ഫ്രണ്ട് സീറ്റ് ഡ്രൈവിംഗ് ആയിട്ട് മാറാൻ പോകും. നിങ്ങൾക്ക് എൻ്റെ കൂടെ വണ്ടി ഓടിക്കാം. എങ്ങനെയാണോ ഒരു വണ്ടി ഓടിക്കുന്നത്, ഒരു ഫ്രണ്ട് ഡ്രൈവർ സീറ്റിൽ ഡ്രൈവർ എങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്, ആ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, സോ കം ഓൺ, ലെറ്റ്സ് വാച്ച് ടുഗദർ ഓർ നോ ലെറ്റ്സ് ഡ്രൈവ് ടുഗദർ. ഓക്കെ, എന്തോ റൈറ്റ് സൈഡിൽ എന്തോ ഒരു പരിപാടി അവർ ചെയ്യുന്നുണ്ടല്ലേ. ഒരു വൈറ്റ് കളർ എന്തോ സാധനം ചെയ്യുന്നുണ്ട്. വല്ല ചെടി വളർത്തലും ആയിരിക്കും, ലാൻഡ്സ്കേപ്പിംഗ് ആയിരിക്കാം, മേ ബി, ഡോണ്ട് നോ. ലെറ്റ്സ് സീ വെയർ ദിസ് ഗോസ്. എല്ലാവരും റൈറ്റ് എടുത്ത് ചെയ്യണ്ട, എനിക്ക് ലെഫ്റ്റ് ഇട്ട് പോകണം. ആ കറക്റ്റ്, വണ്ടി മാറി ഭാഗ്യം. എടപ്പള്ളി പള്ളിയാണത്. ഇവിടെ ഈ പാലത്തിൻ്റെ റൈറ്റ് സൈഡിലൊരു കുഴിയുണ്ട്. സോ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഗ്ലാസ് നോക്കി വളയും. ചാടിയില്ല. സോ ദിസ് ഈസ് എടപ്പള്ളി. എന്താ പറയുക, വിൽ ഗെറ്റ് എവറിത്തിങ് ഹിയർ, റൈറ്റ്? എക്സ്പീരിയൻ്റ് ആണ്. എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വേണം പറയാൻ. നിങ്ങൾക്ക് സൈഡ് സീറ്റ് ഡ്രൈവിംഗ് ആണോ അതോ ഫ്രണ്ട് POV ഡ്രൈവിംഗ് ആണോ, ഫ്രണ്ട് സീറ്റ് ഡ്രൈവിംഗ് ആണോ ഇഷ്ടം എന്നുള്ളത്. അതനുസരിച്ചായിരിക്കും ഇനിയുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. ലൈക്ക് യു വാണ്ട് ടു സിറ്റ് ടു ഡ്രൈവ്, യു ആർ ഗെറ്റ് ടു എക്സ്പീരിയൻസ്, ദിസ് ഈസ് ദ ബെസ്റ്റ് വേ ഐ മേ സേ. ഓർ ഇഫ് യു വാണ്ട് ടു ഹാവ് എ സൈഡ് സീറ്റ് വിത്ത് മീ, ദെൻ ദാറ്റ്സ് ഓൾസോ പോസിബിൾ. യാ, ഇഷ്ടംപോലെ പേര് റോഡ് ക്രോസ് ചെയ്യും. സോ എപ്പോഴും നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. ഇവിടെ വേണേ കണ്ട റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ടോ ആൾക്കാർക്ക്. പിന്നെ ഇവിടുന്ന് വണ്ടികൾ റൈറ്റ് തിരിയും. സോ നമ്മൾ ലെഫ്റ്റിൽ കൂടെ പോവുക. തൃശ്ശൂർ, ആലുവ, അങ്കമാലി, തൃശ്ശൂർ ഫാസ്റ്റ് പാസഞ്ചറാണ്. ഇതിൻ്റെ കളറൊക്കെ ഇപ്പോൾ മാറുമല്ലോ, പുതിയ ഫാസ്റ്റ് പാസഞ്ചർ വരുന്നത്. പഴയ വണ്ടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ലൈക്ക് പഴയ സ്ട്രക്ചറാണ്, പഴയ വണ്ടിയാണ്. ഇതിൻ്റെ കളർ സെയിമോ, കുറച്ച് കളർ എന്തോ ചെറിയൊരു വ്യത്യാസമുണ്ട്. ബോഡി ഷേപ്പിനെന്തോ വ്യത്യാസമുണ്ട്. പുതിയ KSRTC ബസ്സുകൾ കുറച്ചുകൂടെ ഹൈഫൈ അടിപൊളി ബസ്സുകളാണ് വരാൻ പോണത്. എല്ലാം ഇവിടുന്ന് റൈറ്റ് തിരിയും. സോ അവിടെ ഒരു ബോട്ടിലിനെ കാണും. നമുക്ക് ലെഫ്റ്റ് പോകണോ വേണ്ടയോ കാര്യം എന്തായാലും KSRTC ആയാലും അവിടെ സ്ഥലമുണ്ട് അങ്ങോട്ട് പോയാൽ. അങ്ങോട്ട് പോകാത്ത സ്ഥിതിക്ക് അവിടെ സ്ഥലമില്ലെന്നാണ് എൻ്റെ ഒരു അസംഷൻ.
സീ കണ്ട, അതല്ലേ ഉറപ്പല്ല, അവൻ അങ്ങോട്ട് തിരിഞ്ഞ് ഓവർടേക്ക് ചെയ്തല്ലേ പോകത്തുള്ളൂ. അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ഡ്രൈവ് വിത്ത് ലൈക്ക് ടാഗ് അലോങ് സൈഡ് ദിസ് KSRTC. അവൻ്റെ ഹൈറ്റ്, അവൻ്റെ വ്യൂ പോയിന്റ് ഭയങ്കര വലുതാണ്, നമ്മൾ കാണുന്നതല്ല. നമ്മൾ കാണുന്നത് ജസ്റ്റ് ഒരു ചെറിയൊരു ഈ ഒരു ഫ്രണ്ട് ആ ഒരു വണ്ടി അത്രയും ഒരു അതേ ഡിസ്റ്റൻസ് കാണുന്നുള്ളൂ. നമ്മുടെ ഫ്രണ്ടിൽ ഇത്ര വലിയൊരു വണ്ടി ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവനൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ അവൻ അങ്ങനെയല്ല, അവനെല്ലാം കാണാം. അവന് ഫ്രണ്ടിലുള്ള എല്ലാവരും 5 വണ്ടിയപ്പുറമായിരിക്കും കാണുന്നവൻ. പക്ഷെ കണ്ട, അവൻ ഓട്ടിക്കാൻ നോക്കി പക്ഷെ നടന്നില്ല. ആ ഒരു ലോറി എന്തോ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. ഒരു ചേട്ടൻ റൈറ്റിൽ കൂടെ കയറാൻ ശ്രമിക്കുന്നുണ്ട്. മുന്നേ ചേട്ടാ റൈറ്റിൽ കൂടെ കയറില്ലേ? ഇവിടെ റൈറ്റ് ഇല്ലല്ലോ, ലെഫ്റ്റിൽ കൂടെ കയറുമോ? ഈ മീഡിയൻ്റെ ഇടയും ഈ വണ്ടിയുടെ ഇടയും ഗ്യാപ്പിൽ കൂടെ പുള്ളി എങ്ങനെ കയറാനാണ്? ഞാനും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പുള്ളിക്ക് തെറ്റിയാൽ മതി. നമ്മളേതെങ്കിലും വണ്ടി ബ്രേക്ക് പിടിച്ചോണ്ടാണ്, റിസ്ക് അല്ലേ? നോക്കാം. അവിടെ നിന്ന് പുതിയൊരു പള്ളിയോ എന്താ അത്? ഇതൊരു പുതിയ പള്ളി എന്തോ പണിയാണ് അവിടെ. ഐ തിങ്ക് സോ, ഒരു വലിയ പള്ളി എന്തോ പണിയാണ്. കണ്ട, ഈ ലോറിയാണ് നമ്മുടെ ഫ്രണ്ട് ട്രാക്കിൽ കിടന്ന് ബ്ലോക്ക് ഉണ്ടായത്. പക്ഷേ ഈ റോഡിൽ കൂടെ ലോറി വരാൻ പാടില്ലല്ലോ, അങ്ങനെ എന്തോ ഒരു സംഭവം ഞാൻ കണ്ടായിരുന്നല്ലോ അവിടെ. അറിയില്ല. KSRTCയുടെ പുറകെ പോയ ഗുണം എന്താണെന്നറിയാമോ? റോഡ് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുള്ളൂ, ഒരു കുഴപ്പമില്ല. അവൻ ഹോൺ അടിച്ചോളും, അവൻ ആൾക്കാർ ചെയ്ത് പറഞ്ഞു സെറ്റാണ്. നമ്മൾ ജസ്റ്റ് പുറകെ പോയി. ബ്രേക്ക് ലൈറ്റുള്ള KSRTC ആണെങ്കിൽ അവരുടെ പുറകെ പോകും. ബ്രേക്ക് ലൈറ്റ് ഇല്ലെങ്കിൽ അവരുടെ പുറകെ പോകാൻ പറ്റില്ല. ഇതിന് ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, ഭാഗ്യം. സോ നമുക്ക് അതിൻ്റെ പുറകെ തന്നെ പോകാം. ഇപ്പം തിരിയും. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, കണ്ട. ഓ, ഇവിടുത്തെ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയുന്നു. വാവ്, ഗ്രേറ്റ്. കുഡോസ് ടു ദ ഡ്രൈവർ യാർ. സമ്മതിക്കണം അവനെ. കേട്ടോ, കുറച്ച് നമുക്ക് പോകാം. കുറച്ചുകൂടെ അപ്പോൾ എനിക്ക് അവൻ്റെ ട്രാക്കിലേക്ക് ഒന്ന് കയറുന്നതാണ് അവൻ ഹോൺ അടിച്ചത്. എൻ്റെ തെറ്റാണ്. ഐ അക്സെപ്റ്റ്, ഐ അക്നോളജ്. അവനെ കുറച്ച് സ്പീഡിൽ വിട്ടു പോയച്ചു. കാര്യം അവന് ആ ഒരു ബ്രേക്ക് പിടിച്ചതിൻ്റെ ഒരു ക്ഷീണം ഒഴിവാക്കാൻ പോകണം നല്ലത്. അവനപ്പോൾ പോകാലോ. ബസ് വണ്ടി ഉണ്ടോ? ഇല്ല. ഗ്ലാസ്സിൽ നോക്കിയിട്ട് വേണം എപ്പോഴും തിരിയാൻ. തിരിയാം. ലെഫ്റ്റിലേക്ക് മാറുക, റൈറ്റിലേക്ക് വണ്ടികൾ പോട്ടെ. ഇവിടെ സ്ലോ ആണ്, കാര്യം ആരെങ്കിലും ലെഫ്റ്റിൽ കൂടെ വന്നിട്ട് പൂന്ന് മതി ഇങ്ങോട്ട്. അവൻ നമ്മുടെ ഇങ്ങോട്ട് കാണണമെന്നില്ല. നമുക്ക് OVR ഉണ്ടെങ്കിലും ലൈക്ക് ബട്ട് അവൻ കാണണം നിർബന്ധമില്ല. അടുത്തത് കേസ് ഇന്നോവ ക്രിസ്റ്റ പണി തരുമോ? അല്ല, നമ്മൾ അതിന് മുമ്പ് തന്നെ ചേട്ടാ പോകുമോ ചേട്ടാ? ആ ചേട്ടൻ പോകുന്നുണ്ട്. വാ, ഗ്രേറ്റ്. വീട്ടിൽ പോകണം നമ്മൾ. ലൈക്ക് എന്താ പറയുക, ഇത്രയും വേഗം പോകാൻ പെട്ടെന്ന് എത്താം. ഞാൻ അങ്ങനെ സ്പീഡ് എടുക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ റോഡിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് ആവും ഇവിടെയൊക്കെ. നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ബ്ലോക്ക് വരും. അതാണ് പ്രശ്നം. ഇന്നോവ ചേട്ടൻ പറന്നു വരുന്നുണ്ടല്ലോ. ഓവർടേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. കാണാനായിട്ട് പോകണില്ലല്ലോ. പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പുള്ളി പതുക്കെ നിർത്തിക്കണം. എന്താണോ ഇങ്ങനെ? ആ ഫ്രണ്ടിലെ വണ്ടി പോകാത്തതുകൊണ്ടാണ് ഈ വണ്ടികളെല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട്
സേഫായിട്ട് പോവുക. റോഡുണ്ടെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യുക, അല്ല ഓവർടേക്ക് ചെയ്യാതിരിക്കുക. 4 ചുറ്റിനും കണ്ണ് വേണം. കാര്യം ഏത് വഴിയാണ് ലൈക്ക് ടൂ വീലർ കയറിയിട്ട് ഇത് വഴി കയറി പോകുന്നത്. സോ ദാറ്റ് അതെല്ലാം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഇടുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. കാര്യം ഇതിന് റൈറ്റ് ഇട്ട് പോയിട്ടുണ്ട്. സോ നമ്മളിവിടുന്ന് ലെഫ്റ്റ് ഇടുക. അവിടെ പോലീസ് ഉണ്ടെന്നുണ്ട്, അതാണ് ഈ ബ്ലോക്ക്. So this is very tense. So do watch, comment, subscribe and share. Okay. So എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ വേണം ഷെയർ ചെയ്യാൻ. അതനുസരിച്ച് വേണം ഇതുപോലത്തെ വീഡിയോസ് ഇനി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ളത് കാര്യം നമുക്ക് ആലോചിക്കാൻ, മീൻസ് ചിന്തിക്കാൻ. സോ ഓവർ ടു യു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.